ഗൈസ് നമസ്കാരം. ഓൾറെഡി മെർച്ചന്റ് നേവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും മെർച്ചന്റ് നേവിയിലുള്ള വിവിധ തൊഴിൽ സാധ്യതകളും നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET എക്സാമിനെ കുറിച്ചിട്ടും ആരൊക്കെ CET എക്സാം അറ്റൻഡ് ചെയ്യണം, ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഒന്ന് ബേസിക് ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലോട്ട് വിളിക്കാം. അപ്പോൾ ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള മറിടൈം കോഴ്സസ്, അതായത് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക്, കപ്പലിൽ ക്യാപ്റ്റൻ ആവാനും കപ്പലിൽ മറൈൻ എഞ്ചിനീയർ ആവാനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾ, കപ്പൽ ഉണ്ടാക്കാനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എൻട്രൻസ് എക്സാം, ഓൾ ഇന്ത്യ ലെവൽ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം ആണ് ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ IMUയുടെ ക്യാമ്പസ് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉടനീളമായിട്ട് 6 ക്യാമ്പസുകളാണ് IMUവിനുള്ളത്. IMU ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, മുംബൈ പോർട്ട്, നവി മുംബൈ, അതുപോലെ തന്നെ വിശാഖപട്ടണം, ഇങ്ങനെ 6ഓളം ക്യാമ്പസുകളാണ് IMUവിനുള്ളത്. അപ്പോൾ IMU കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യൻ മറിടൈം യൂണിവേഴ്സിറ്റികളിലുള്ള വിവിധ പ്രോഗ്രാമുകളിലോട്ടുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. അതുപോലെ തന്നെ IMU അഫിലിയേറ്റഡ് ആയിട്ടുള്ളതും DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ IMU CET എക്സാം നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. IMU CET എഴുതുന്ന കുട്ടികൾക്ക് IMUയുടെ 6 ക്യാമ്പസിലും, അതുപോലെ തന്നെ IMU CET എഴുതിയ കുട്ടികൾക്ക് IMU അഫിലിയേഷൻ കൊടുത്തിട്ടുള്ള മറ്റുള്ള ക്യാമ്പസുകളിലും, DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാമ്പസുകളിലും, IMU അഫിലിയേറ്റഡ് അല്ലാത്തതും എന്നാൽ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്യാമ്പസുകളുണ്ട്. ഇത്രയും ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് മറിടൈം സ്റ്റഡീസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ IMU CET 2025 എക്സാം മുഖാന്തരമായിരിക്കും 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഡിപ്ലോമ നോട്ടിക്കൽ സയൻസിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ IMU CETൻ്റെ ഫസ്റ്റ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം IMU CETയുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ വെബ്സൈറ്റ് വഴി കൊടുക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക, എക്സാം എഴുതുക, റാങ്ക് ലിസ്റ്റ് വരുന്നു, അഡ്മിഷൻ ഇൻ IMU ക്യാമ്പസ്, IMU ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അഡ്മിഷൻ ഇൻ അഫിലിയേറ്റഡ് കോളേജസ് ഓഫ് IMU ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ കൊടുത്തിട്ടുള്ള കുറച്ച് IMU അല്ലാത്ത വേറെയുള്ള കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അഡ്മിഷൻ ഇൻ DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. IMU അപ്രൂവ്ഡ് അല്ലാത്തതും DG ഷിപ്പിംഗ് അല്ലെങ്കിൽ മറൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ കോളേജുകളും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. IMU CET എഴുതുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ എഞ്ചിനീയറിംഗ് ലെവലിലാണെന്നുണ്ടെങ്കിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഇതൊക്കെ 4 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് നോട്ടിക്കൽ സ്റ്റഡീസിൽ പഠിക്കാൻ പറ്റുന്നത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസും BSc നോട്ടിക്കൽ സയൻസും ആണ്. കപ്പലിൽ കപ്പിത്താൻ ആവാനും ക്യാപ്റ്റൻ ആവാനും നാവിഗേറ്റേഴ്സ്, ഒരു കപ്പൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കുന്നത് ഇവരായിരിക്കും. പിന്നെ വരുന്നത് BBA പ്രോഗ്രാമാണ്. BBAയിൽ മറിടൈം ലോജിസ്റ്റിക്സ് ഉണ്ട്, BBA ലോജിസ്റ്റിക്സ് ആൻഡ് റീറ്റെയിൽ ഇ-കൊമേഴ്സ് ഉണ്ട്. ഇത്രയും പ്രോഗ്രാമുകളാണ് വരുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് IMU അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ്, അതുപോലെ തന്നെ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് കോളേജസിൻ്റെ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കോളേജസിലൊക്കെ മാക്സിമം നിങ്ങൾ IMUയുടെ ക്യാമ്പസിലല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് മെർച്ചന്റ് നേവിയിലോട്ട് കയറാൻ താല്പര്യമുണ്ട്, ഇപ്പോൾ BSc നോട്ടിക്കൽ സയൻസോ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസോ പഠിക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ IMU എക്സാം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. പിന്നെ IMU ക്യാമ്പസുകളിൽ ഏതൊക്കെ പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇതൊക്കെ പ്രോസ്പെക്ടസിലുണ്ട്. ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ എലിജിബിലിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. BSc നോട്ടിക്കൽ സയൻസിലോട്ട് വരുന്ന സമയത്ത് +1 +2 നിർബന്ധമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം, അൺമാരീഡ് ആയിരിക്കണം. പിന്നെ മെഡിക്കൽ, പിന്നെ ഏജ് കാറ്റഗറി വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഏജ് 25 ആണ്. ഇതൊക്കെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ നോട്ടിക്കൽ സയൻസിൻ്റെയും BTech പ്രോഗ്രാമുകളുടെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് IMU CETനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് IMU CETയുടെ എക്സാം സെൻറ്റർ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലകളിലും ഇതിൻ്റെ എക്സാം സെൻറ്റർ ഉണ്ട് തോന്നുന്നു. എക്സാം സെൻറ്റർ ലിസ്റ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. നിങ്ങളുടെ നിയർ ബൈ കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, കൊല്ലത്തുണ്ട്, കോഴിക്കോടൊക്കെ ഉണ്ട് എക്സാം സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള തിരുവനന്തപുരം വരുന്നുണ്ട്. നിയർ ബൈ ആയിട്ടുള്ള എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 2/5/2025.
അതായത് മെയ് 2 വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സാം കണ്ടക്ട് ആവുന്നത് മെയ് മാസം 24 24/5/2025 ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യും. പിന്നെ ക്ലാസ് ഏകദേശം തുടങ്ങുന്ന ഡേറ്റ് ഓഗസ്റ്റ് 1 ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ഫീ സ്ട്രക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിടെക് പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ നോട്ടിക്കൽ സയൻസിന് 2,75,000 രൂപയാണ് ഇയർലി ഫീസ് വരുന്നത്. ഇതാണ് ഇയർലി ഫീസ് വരുന്നത്. സെമസ്റ്റർ ഫീസ് നോക്കുമ്പോൾ 1,22,500 വരുന്നുണ്ട് സെമസ്റ്ററിന് ഫീസ്. പിന്നെ പ്രോഗ്രാം ഫീസ് വരുന്നത് 30,000. ടോട്ടൽ 2,75,000 രൂപയാണ് ഇയർലി ഒരു വർഷത്തേക്ക് ഫീസ് വരിക. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി IMUനെ കുറിച്ചിട്ടോ IMU CETനെ കുറിച്ചിട്ടോ കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് IMUയിൽ അഡ്മിഷൻ, ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് സീറ്റ് IMU അപ്രൂവ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമ്പസുകളിലോ നിങ്ങൾക്ക് ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്, മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള BTech പ്രോഗ്രാമുകളൊക്കെ +2 കഴിഞ്ഞതിന് ശേഷം മാനേജ്മെൻ്റ് ആയിട്ട് പഠിക്കാം. മാനേജ്മെൻറ്റ് സീറ്റ് എടുത്തിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളിൽ മാനേജ്മെൻറ്റ് സീറ്റിന് അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസ്പെക്ടസും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏത് കോഴ്സിനെ കുറിച്ചിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിൽ ആഫ്റ്റർ +2 ഉള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും അടുത്ത കോഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക.